വാർത്തകൾ വിശദമായി നോക്കാം. കോഴിക്കോട് കൊയിലാണ്ടി കുറവക്കാട് ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടങ്ങിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിച്ചു. കുറവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, കൊയിലാണ്ടി സ്വദേശിയായ രാജൻ എന്നിവരാണ് മരിച്ചത്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന ചേരുന്നുണ്ട്. അഭിന, ഈ വനം വന്യജീവി സംഘർഷങ്ങളെല്ലാം പെരുകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ നാട്ടാനകളുടെ അതിക്രമങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചൂടുകാലത്ത് ഇത്തരത്തിൽ ഉത്സവത്തിലെത്തുന്ന ആന ഇടയുന്ന വാർത്തകളെല്ലാം നിരവധിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. എന്തെല്ലാമാണ് മറ്റ് വിശദാംശങ്ങൾ? ഈ ഒരു ആന ഇടങ്ങിയതിന് എന്താണ് കാരണം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതുല്യ, നിലവിൽ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ആർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതിൽ ഒരു വ്യക്തത ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ പരിക്കേറ്റ ആളുകളെ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ 5 പേരാണ്. ഈ 5 പേരുടെ നില ഗുരുതരമല്ല. ഈ സാരമായ പരിക്കേറ്റ ആളുകളെ മാത്രമാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഈ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ബാക്കി 29 ആളുകളെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പരിക്കേറ്റ വ്യത്യസ്ത സ്വകാര്യ ആശുപത്രികളിലേക്ക് പരിക്കേറ്റ പല ആളുകളെയും മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൈത്ര ഹോസ്പിറ്റലും അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കൊയിലാണ്ടിയിലെ മറ്റ് 2 സ്വകാര്യ ആശുപത്രിയിലേക്കുമായിട്ടാണ് ആളുകളെ മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഓരോ ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ മറ്റ് ആശുപത്രിയിൽ തുടരുന്നത് എന്നുള്ളതാണ്. നിലവിലെ കണക്കനുസരിച്ച് ഒരു കുട്ടിക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത്. മറ്റ് 8 സ്ത്രീകളും അതുപോലെ തന്നെ 5 പുരുഷന്മാരും ഇങ്ങനെയാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ കൂടുതലും പ്രായമായ സ്ത്രീകൾക്കും പ്രായമായ പുരുഷന്മാർക്കുമാണ് കൂടുതലായും പരിക്കേറ്റിട്ടുള്ളത്. തലയ്ക്കും അതുപോലെ തന്നെ കൈയും കാലിനുമാണ് കൂടുതലായും പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. കൂടാതെ മറ്റ് ജനപ്രതിനിധികളെല്ലാം കാനത്തിൽ ജമീല, അതുപോലെ തന്നെ CPM ജില്ലാ സെക്രട്ടറി മെഹബൂബ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വിഷയത്തിൽ കാനത്തിൽ ജമീല ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, ഈ ആന മറ്റൊരാളെ കുത്തി ഈ ഒരു വേദനയിലാണ്, അതായത് ഒരു വെടിക്കെട്ട സമയത്താണ് ഈ ഒരു ആന ഇടയാൻ ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ കൂടുതലായും കരിമരുന്ന് പ്രയോഗം നടന്നിട്ടുണ്ട് എന്നുള്ളതിലാണ് ഒരു വ്യക്തത വരേണ്ടത്. അതിൽ ആർക്കാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു കൃത്യമായ ഒരു പ്രതികരണം ജനപ്രതിനിധികൾക്ക് ആർക്കും തന്നെ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിബന്ധനകൾ പാലിച്ചാണോ പരിപാടി നടന്നതിൽ എന്നുള്ളത് വ്യക്തതയുമില്ല എന്നുള്ളതും, അതുകൂടാതെ തന്നെ അപകട കാരണം കരിമരുന്ന് പ്രയോഗമാണോ എന്നുള്ളതിലുള്ള ഒരു വ്യക്തത ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാനത്തിൽ ജമീല ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം. അത് കൂടാതെ തന്നെ കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ 2 ആനകൾ ഇടങ്ങിയ 3 പേർക്ക് ജീവൻ നഷ്ടമായി. നിരവധി പേർക്ക് പരിക്കേറ്റു. 31 പേരാണ് പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി ചികിത്സയുള്ളത്. 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൻ. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി N ബിരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. ബിരേൻ സിംഗിന് പകരം മറ്റൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കിയത്. ഇത് 11ാമത്തെ തവണയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഗവർണർ അജയ് കുമാർ ഭല്ലയുടെ റിപ്പോർട്ട്